ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിക്ക് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അനർഹർ കയറിക്കൂടാൻ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. അനർഹരായവർ കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കും. ഇവരെ ഒഴിവാക്കാൻ കർശന നടപടിക്കും മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകാനുള്ളത്. വിജിൻ, ഗുരുതരമായ ക്രമക്കേടുകളാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരിക്കുന്നത്. ഏതൊക്കെ വിധത്തിലുള്ള നടപടികൾ ഉണ്ടാകും എന്നതാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് തീരുമാനം മുഖ്യമന്ത്രിയുടേത്? സാമൂഹ്യ സുരക്ഷാ തട്ടിപ്പിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ തീരുമാനമായത്. മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ ജീവനക്കാർ നടത്തിയ തട്ടിപ്പിൽ കർശനമായ നടപടി വേണം എന്ന ആവശ്യം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഇതിൽ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ, വകുപ്പ് തല അന്വേഷണങ്ങൾ ഉൾപ്പെടെ നടത്താനും മറ്റ് തരത്തിൽ ഈ ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടാൻ സഹായിച്ചവരെ ഉൾപ്പെടെ അവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു. എന്തായാലും ഈ വിഷയത്തിൽ വലിയ ചർച്ചകളാണ് നടന്നത്. അതിൽ തന്നെയാണ് ഓരോ വകുപ്പുകളിലും ഉള്ള ആളുകളെ കണ്ടെത്താനും കൂടുതൽ ആളുകൾ ഇങ്ങനെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായ നടപടി സ്വീകരിക്കാനുമുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് മേഖലകളിൽ ഈ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനും പരിശോധനകൾ നടത്താനുമുള്ള തീരുമാനത്തിലേക്കും കടന്നിട്ടുണ്ട്. ധനവകുപ്പിനും അതുപോലെ തന്നെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിലുള്ള പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിലുള്ള ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിനൊപ്പം മറ്റ് അനർഹർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് കണ്ടെത്താനുള്ള മസ്റ്ററിംഗ് കൂടുതൽ ശക്തമാക്കാനുള്ള നടപടികൾക്ക് ഉൾപ്പെടെ ആ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഒപ്പം ഈ മസ്റ്ററിംഗ് വാർഷികമായി മസ്റ്ററിംഗ് പുതുക്കുന്ന നിലയിലേക്കുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശവും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു. എന്തായാലും സർക്കാർ ജീവനക്കാർക്ക് എതിരായ ശക്തമായ നടപടികൾ തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനിയൊരു ഇത്തരത്തിലുള്ളൊരു തട്ടിപ്പ് ഉണ്ടാകാതിരിക്കാനുള്ള ശക്തമായ നടപടി വേണം എന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയത്. എന്തായാലും നേരത്തെ തന്നെ മന്ത്രി KN ബാലഗോപാലും ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത് അന്വേഷണവും പരിശോധനയുമായി തുടർന്നും മുന്നോട്ട് പോകും എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ക്ഷേമ പെൻഷനെ സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ വന്നു. അത് സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കാനായി ബന്ധപ്പെട്ട ഭരണവകുപ്പ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്റൻഷനുള്ള തെറ്റായ കാര്യങ്ങൾ അത് ചെയ്യാൻ പാടില്ല. അത്തരം കാര്യങ്ങൾക്ക് ആവശ്യമായ വകുപ്പുകൾ നോക്കി പരിശോധന നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ധനകാര്യ വകുപ്പ് ആ വകുപ്പുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിനനുസരിച്ച് ആവശ്യമായ വളരെ കർശനമായ നിലപാടുകളാണ് ഗവൺമെൻറ്റിനുള്ളത്. തെറ്റായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിനകത്ത് നടപടി വരേണ്ടതല്ലേ. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിക്കാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിജിൻ വായാന്തോടാണ് ആ വാർത്തയിൽ വിവരങ്ങൾ നൽകിയത്.